പാതിരാത്രി എന്ന ചിത്രം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുഴു എന്ന ചിത്രത്തിന് ശേഷം രത്തീന സംവിധാനം ചെയ്ത ഈ വിജയ് ചിത്രം ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ KV അബ്ദുൽ നാസർ, ആഷിയ നാസർ എന്നിവരാണ് നിർമ്മിക്കുന്നത്. പൂർണ്ണമായും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഹൈ റേഞ്ചിലെ ഒരു ഗ്രാമത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലൂടെ ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ ചിത്രത്തിലേത്. പ്രേക്ഷകരെ തുടക്കം മുതൽ ഒടുക്കം വരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ കഥാവികസനം. സൗബിൻ ഷാഹിറും നവ്യ നായരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ സണ്ണി വെയിനും ആൻ അഗസ്റ്റിനും സുപ്രധാനമായ വേഷത്തിലുണ്ട്. ശബരീഷ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് എന്നിവരും പ്രധാന താരങ്ങളാണ്. ഷാജി മാറാടാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ. സംഗീതം ജെയ്ക്സ് ബിജോയ്സ്, ഛായാഗ്രഹണം ഷഹനാദ് ജലാൽ, എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗ്. ഡ്രീം ബിഗ് ഫിലിംസ് തിയേറ്ററുകളിലെത്തിച്ച ചിത്രം പ്രദർശന വിജയം നേടി മുന്നേറുകയാണ് ഈ രണ്ടാം വാരത്തിലും. സാർ 40 കിലോ ഏലം, 34 കിലോ കുരുമുളക്, 8 റബ്ബർ ഷീറ്റ്, പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ കൂടെ ഒരു സ്കോച്ച് വിസ്കി ഉണ്ടായിരുന്നു സാറേ, പക്ഷെ ബോട്ടിൽ കാലിയായിരുന്നു. എന്റെ പൊന്നു കരീഷ, പള്ളിക്കെട്ട് കേസെല്ലാം കൂടെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കും. ഞാൻ വെറും കാലി പീസി. നമ്മൾ എന്ത് ചെയ്യാനാ? ഓഫീസർ പറയും, അതുപോലെ അനുസരിക്കും. നിങ്ങൾ പെട്ടെന്ന് തന്നെ മാന്ത്രപ്പള്ളിക്ക് അടുത്തേക്ക് പോകണം. ഇങ്ങോട്ട് അല്ല സാർ. ടോർച്ചും ബ്രത്തനലൈസറും ഒന്നും വേണ്ടേ? ആ സാർ. തവള പിടിക്കാൻ ഫീലിംഗ് കൂടെ എടുത്തോളാൻ വരായിരുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോവല്ലേ. അൻസാർ അലി, 37 വയസ്സ്. ഉദ്ദേശം പാതിരാത്രിയോടുകൂടി ചെങ്കരയിലുള്ള പിയാന്റെ വീട്ടിൽ നിന്ന് കാണാതായി. പിയാനെ കാണാതാവുമ്പോൾ കറുത്ത നിറത്തിലുള്ള ട്രാക്ക് സൂട്ടും പച്ച ടീഷർട്ടും ധരിച്ചിരിക്കുന്നു. എവിടെയുണ്ട്? ദാണ്ടെ അവിടെയാ. കുട്ടിക്ക് എത്ര വയസ്സായി? 18 വയസ്സായി. ഓടിയ ആളെ ഞങ്ങൾ കുറെ നേരം ഫോളോ ചെയ്തു സാർ, പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അയാൾ മിസ്സായി. സാർ അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടി അടുത്ത് തന്നെ സൈബർ സെല്ല് പറയുന്നത് അങ്ങനെയല്ലല്ലോ ഹരീഷ. തനിക്ക് തൻ്റെ ഭാര്യയോടുള്ള വെറുപ്പ് മറ്റുള്ള പെണ്ണുങ്ങളോട് കാണിക്കുന്ന എന്തിനാ? അവരിപ്പോൾ നമ്മുടെ ടവർ ലൊക്കേഷൻ എടുത്തിട്ടുണ്ടാവും. നമ്മുടെ സ്പോട്ടിലുണ്ടായിരുന്ന ആൾക്കറിയാം. പാതി കത്തിയ ഉടലുള്ളൊരു പാപക്കുട്ടി, അതിൻ്റെ ചിരിച്ച മുഖം, അവിടെ അതുമാത്രമേ കത്താൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ സൂക്ഷിക്കണം, വേറെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. അന്ന് കണ്ട ആളിനെ റോബിക്ക് മുൻപരിചയമുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് കൊന്നത്?